ഇന്നത്തെ നമ്മുടെ വിഷയം വോക്കിംഗ് ഒരു നല്ല എക്സസൈസ് ആണോ എന്നാണ്. ഫിറ്റ്നസ് മേഖലയിലുള്ള വലിയ വലിയ ആളുകൾ തന്നെ വോക്കിങ്ങിനെതിരെ പറയുന്നുണ്ട്. വോക്ക് ചെയ്തിട്ട് ഒരു കാര്യമില്ല, വോക്കിംഗ് ഒരു നല്ല എക്സസൈസ് അല്ല, വോക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബെനിഫിറ്റും കിട്ടത്തില്ല, വോക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു മസിൽ ഗെയിനും ഉണ്ടാകത്തില്ല, വോക്ക് ചെയ്ത് വെറുതെ ടൈം കളയുന്നതിന് പകരം നിങ്ങൾ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ, അങ്ങനെയൊക്കെ കുറെ ഫിറ്റ്നസ്സിൽ തന്നെ വലിയ വലിയ ആളുകൾ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ ഇതിന്റെ സത്യാവസ്ഥ എന്ന് വെച്ചാൽ അവർ പറയുന്നത് തെറ്റാണ്. വോക്കിങ്ങിന് സത്യത്തിൽ കുറെ ബെനിഫിറ്റ് ഉണ്ട്. അത് കുറെ സ്റ്റഡീസ് വഴി തെളിയിപ്പിച്ചിട്ടുള്ളതുമാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ വോക്കിങ്ങിനെ പറ്റി കുറച്ച് സ്റ്റഡീസ് നടത്തി. അതിൽ കണ്ടെത്തിയെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി 8000 സ്റ്റെപ്സ് നടന്നാൽ, ഇല്ലെങ്കിൽ 1 മണിക്കൂർ നമ്മൾ നടന്നാൽ നമുക്ക് വേറൊരു വർക്കൗട്ടിന്റെ ആവശ്യമില്ലെന്നാണ് പറയുന്നത്. ഈ സ്റ്റഡി കണ്ടെത്തിയെന്ന് വെച്ചാൽ 50 തൊട്ട് 65% വരെ റിഡക്ഷൻ സംഭവിക്കും ഡിമെൻഷ്യയ്ക്കും, ക്യാൻസറിനും, ടൈപ്പ് 2 ഡയബറ്റീസിനും, ഒബീസിറ്റിക്കും, ഡിപ്രഷനും, അൽസിമേഴ്സ് ഡിസീസിനും, പിന്നെ ഗ്യാസ്ട്രൽ പ്രോബ്ലംസും ഇതെല്ലാം ഒഴിവാക്കി കിട്ടുമെന്നാണ് ഈ സ്റ്റഡി കണ്ടെത്തിയത്. സത്യത്തിൽ അവിടെ നടക്കുന്നത് വെച്ചാൽ നമ്മൾ 8000 സ്റ്റെപ്സ് ഇല്ലെങ്കിൽ 1 മണിക്കൂർ നടക്കുന്നതുകൊണ്ടല്ല, അവിടെ മസിൽ കോൺട്രാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. എന്ന് വെച്ച് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് വേണ്ട എന്നല്ല പറയുന്നത്. ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ സത്യത്തിൽ വോക്കിങ്ങിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ട്. ഇവിടെ സത്യത്തിൽ പറയുന്നത് മസിൽ കോൺട്രാക്ഷൻ ആണ്. വോക്കിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് മസിൽ കോൺട്രാക്ഷൻ വരും. അപ്പം ആ മസിൽ കോൺട്രാക്ഷൻ കാരണമാണ് നമുക്ക് ഈ ബെനിഫിറ്റ് എല്ലാം കിട്ടുന്നത്. അതും ജിമ്മിൽ പോയി ചെയ്താലും ഈ ഉണ്ടാകുന്ന ഈ മസിൽ കോൺട്രാക്ഷൻ തന്നെയാണ്. പിന്നെ ഒരു ലോങ് ടേമിൽ നമ്മുടെ മെറ്റബോളിസം നന്നായിട്ട് ബൂസ്റ്റ് ആവും. അതും ഈ വോക്കിങ്ങിന്റെ ഈ സ്റ്റഡിയിൽ കണ്ടെത്തിയതാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്തുവാ നടക്കുന്നത്? നമ്മൾ കലോറി ഇൻടേക്ക് ചെയ്യും. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ കലോറി ഇൻടേക്ക് നടക്കുന്നത്. നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ ജിമ്മിൽ പോയി നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുമ്പോൾ കലോറി അതുപോലെ ബേൺ ആവും. അപ്പൊ ഈ നടക്കുന്ന ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ നിങ്ങൾ ജിമ്മിലൊന്നും പോകുന്നില്ല, നിങ്ങൾ നടത്താൻ മാത്രമാണ് നിങ്ങൾ വർക്കൗട്ട് എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ, നടന്നെന്ന് വെച്ച് നിങ്ങൾ ഫുഡ് കണ്ടമാനം കഴിച്ചാൽ അതിൽ കാര്യമില്ല. നിങ്ങൾ ഫുഡ് നന്നായിട്ട് കുറയ്ക്കണം. നിങ്ങൾ കലോറി ഡെഫിസിറ്റ് ഇല്ലെങ്കിൽ ഒരു കലോറി സർപ്ലസിൽ പോലെ ഒരു മെയിൻ്റെനൻസ് കലോറി ഇല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റിലേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമ്മൾ 1 അവർ നടന്നാലും 1 അവർ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നതിന്റെ അത്രയും കലോറി ഒരിക്കലും ബേൺ ആവത്തില്ല. അപ്പം ഈ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും കൂടുതൽ കലോറി ബേൺ ചെയ്യുന്നത്. അപ്പം അതുപോലെ നടക്കുമ്പം നമ്മുടെ ബോഡിയിൽ കലോറി ബേൺ ആവും, പക്ഷെ അത്രയും ബേൺ ആവത്തില്ല. അപ്പം അതുപോലെ നമ്മൾ ഫുഡ് ഇൻടേക്ക് ചെയ്യണം. കുറച്ച് ഫുഡേ നമ്മൾ കഴിക്കാവുള്ളൂ. പക്ഷെ ജിമ്മിൽ പോകുന്ന ആളുകൾ കുറെ കലോറി ബേൺ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് കൂടുതൽ ഭക്ഷണം കഴിക്കാം. അവർക്ക് വേണ്ട ഒരു കലോറി സർപ്ലസിലൊക്കെ പോകാം. അപ്പം അവരുടെ ബോഡിയിൽ മസിൽ ബിൽഡ് ആവുകയും ചെയ്യും. പിന്നെ അവർക്ക് വേണ്ട ന്യൂട്രീഷൻസും അതിൽ നിന്ന് കിട്ടുകയും ചെയ്യും. അല്ലെങ്കിൽ നമ്മുടെ പണ്ടത്തെ ആളുകൾ ഈ ഒരു ഹണ്ടർ ഗ്യാദർ ലൈഫിലൊക്കെ ജീവിക്കുന്നവര് 1 കിലോമീറ്റർ 10 കിലോമീറ്റർ ഒക്കെ ഡെയിലി നടന്നു പോയാണ് അവരുടെ ഫുഡ് കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അവർ ഹണ്ട് ചെയ്യുന്നത്. അപ്പം അവരൊക്കെ അത്രയും ഹെൽത്തി ആണെങ്കിൽ അവർ ഈ വോക്കിങ്ങിന്റെ ഒരു ബെനിഫിറ്റ് കൊണ്ട് തന്നെയാണ്, വോക്കിങ്ങിന്റെയും ഹണ്ടിങ്ങിന്റെ ഒക്കെ ബെനിഫിറ്റ് കൊണ്ട് തന്നെയാണ്. അത് മാത്രമല്ല അവർ കഴിക്കുന്ന ഭക്ഷണത്തിന്റെയാണ്. ഇന്നത്തെ പോലെ നമുക്കൊരു കലോറി സർപ്ലസിലേക്ക് അന്ന് പോകുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിൾ ആണ്. അന്നൊക്കെ മാക്സിമം ഒരു മെയിൻ്റെനൻസ് കലോറി വരെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ ഭക്ഷണം കഴിച്ചാൽ. മിക്കപ്പോഴും ആളുകൾ ഒരു 95% ടൈംസിൽ കലോറി ഡെഫിസിറ്റിലാണ് പോകുന്നത്. ഈ കലോറി ഡെഫിസിറ്റ് എന്ന് വെച്ചാൽ, ഇപ്പം എൻ്റെ ഈ വെയിറ്റ് 66 കിലോ ആണ്. അപ്പം എൻ്റെ ഈ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് എനിക്ക് പോകണമെങ്കിൽ ഞാൻ മെയിൻ്റെനൻസ് കലോറി പോകണം. എനിക്കിപ്പോൾ 2200 ആണെങ്കിൽ എൻ്റെ മെയിൻ്റെനൻസ് കലോറി ഞാൻ അതിൽ തന്നെ പോകണം. കലോറി ഡെഫിസിറ്റിൽ പോയാൽ ഞാൻ കലോറി ഡെഫിസിറ്റ് ഈ 2200 എന്ന കലോറി കുറച്ച് 2000 കലോറി ഞാൻ കഴിച്ചുകൊണ്ടിരുന്നാൽ എൻ്റെ വെയിറ്റ് കുറയും. 66 65 64 കുറയും. പക്ഷെ ഞാൻ കലോറി സർപ്ലസിൽ പോയാൽ എൻ്റെ വെയിറ്റ് 66 68 ആകും. എന്ന് വെച്ചാൽ ഞാൻ 2200 2300 2400 കലോറിയിലേക്ക് കയറ്റിയാൽ എൻ്റെ വെയിറ്റ് കൂടും. അത്രേ ഉള്ളൂ അതിൻ്റെ പിന്നിലെ കാര്യം. അപ്പം പണ്ടത്തെ കാലത്ത് ഈ കലോറി ഡെഫിസിറ്റിലെ ആളുകൾ പൊക്കോണ്ടിരുന്നത്. അപ്പം നമ്മൾ വോക്കിംഗ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ കലോറി മെയിൻ്റെനൻസ് കലോറി ഇല്ലെങ്കിൽ കലോറി ഡെഫിസിറ്റിൽ പോകാൻ നോക്കുക. എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും കഴിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി കുറച്ച് ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഇങ്ങനെ ലോങ് ടൈമിൽ പോയ സത്യത്തിൽ നിങ്ങൾക്ക് ജിമ്മിൽ പോകേണ്ട പോലും ഒരു ആവശ്യമില്ല. നിങ്ങൾ ഡെയിലി 1 മണിക്കൂർ നടക്കുക, ഞാൻ ഈ പറഞ്ഞ എല്ലാ ബെനിഫിറ്റും കിട്ടുകയും ചെയ്യും. എന്ന് വെച്ചാൽ നിങ്ങൾ അത്യാവശ്യം ഡയറ്റ് നോക്കി ഫുഡ് കഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് എത്ര കാലം വേണേ നന്നായിട്ട് പോകാൻ പറ്റും. പിന്നെ ഈ വോക്കിങ്ങിന്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇപ്പൊ നിങ്ങൾ ജിമ്മിൽ പോയി ലോങ് ടൈമിൽ വർക്കൗട്ട് ചെയ്താൽ എന്തായാലും എവിടെയെങ്കിലുമൊക്കെ ഇഞ്ചറി വരും. ഇപ്പൊ നിങ്ങൾ ഡെയിലി ഓടിയാൽ തന്നെ നിങ്ങൾക്ക് ഇഞ്ചറി വരും. ഈ റണ്ണിങ് ഉണ്ടല്ലോ, അതിലാണ് സത്യത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചറി വരുന്നത്. നിങ്ങൾ 5 ദിവസം അടുപ്പിച്ച് ഓടി നോക്കിയേ, ഒരു 30 വയസ്സ് കഴിഞ്ഞ ഒരാൾ, അങ്ങനെയാണെങ്കിൽ ഒരു 6ാമത്തെ ദിവസം അയാൾക്ക് കാലിലൊക്കെ ഒരുമാതിരിയൊക്കെ തോന്നുകയും ചെയ്യും, ഒരുമാതിരി ഇഞ്ചറി പോലെയൊക്കെ തോന്നുകയും ചെയ്യും. അപ്പൊ അത് ബോഡി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഈ ഹൈ ഇന്റൻസിറ്റി വർക്കൗട്ട് ചെയ്യാൻ നമുക്ക് ഇഞ്ചറി വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ നിങ്ങൾ എത്ര വേണേൽ നിങ്ങൾക്ക് നടക്കാം. ഏത് പ്രായക്കാർക്കും എത്ര ദൂരം വേണേൽ നിങ്ങൾക്ക് നടക്കാം. ഒരു ഇഞ്ചറിയും വരത്തില്ല. അതാണ് ഈ നടത്തത്തിന്റെ വേറൊരു ബെനിഫിറ്റ്. നമുക്കിത് ലൈഫ് ലോങ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും.
പക്ഷെ ഇന്നത്തെ കാലത്ത് ആളുകൾ നടക്കുന്നത് തന്നെ വളരെ റെയറാണ്. ഇപ്പം നിങ്ങളൊരു മെട്രോ സ്റ്റേഷനിൽ പോയാലും നിങ്ങൾ അവിടെ എക്സ്കലേറ്റർ ഉപയോഗിക്കുന്നത്, നിങ്ങൾ ഒരിക്കലും സ്റ്റെപ്സ് ഉപയോഗിക്കുന്നില്ല. ഈ സ്റ്റെപ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഞാൻ കാണുന്ന വളരെ റെയറാണ്. ഒന്നെങ്കിൽ എസ്കലേറ്റർ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടായിരിക്കും, കയറിപ്പോകാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇതിനു വേണ്ടി മാത്രം കയറുന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം ഞാനിപ്പോൾ എറണാകുളത്ത് പോയാലും ഞാൻ അവിടെ മെട്രോ ഉപയോഗിക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും എസ്കലേറ്റർ ഉപയോഗിക്കത്തില്ല. ഞാൻ എപ്പോഴും ഈ സ്റ്റെപ്സ് വഴിയേ കയറാൻ നോക്കത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് തന്നെ ഈ 1 മണിക്കൂർ അരമണിക്കൂറായി കുറയ്ക്കാൻ വേണ്ടത് നിങ്ങളുടെ ലൈഫ് സ്റ്റൈല് ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഈ വാക്കിംഗ് കൂടി ഉൾപ്പെടുത്തിയ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ എക്സ്കലേറ്റർ മാറ്റി സ്റ്റെപ്സ് ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ 1 മണിക്കൂർ എന്നുള്ള വോക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അരമണിക്കൂറിലാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വാക്കിങ്ങും ചെയ്ത് നന്നായിട്ട് ഡയറ്റും കൂടി നോക്കിയാൽ നിങ്ങൾക്ക് സത്യത്തിൽ ലോങ് ടൈമിൽ ഹെൽത്തി ആയിട്ട് പോകാം. ജിമ്മിൽ പോകേണ്ട പോലും ഒരു ആവശ്യമില്ല, വീട്ടിൽ വന്ന് വെയിറ്റ് ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, പുഷപ്പും പുള്ളപ്പും ചെയ്യേണ്ട ഒരു ആവശ്യം പോലും ഇല്ല. അപ്പം അത്രയുള്ള കാര്യം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.